ഹലോ, ഇന്ന് നമുക്ക് 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇത് ഹെൽത്തിയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നാലും നമുക്കായാലും കഴിക്കാനൊക്കെ ഒത്തിരി നല്ല ടേസ്റ്റുള്ളതാണ്. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഇത് കണ്ടോ, ഇത് പുറത്തും നല്ല ക്രിസ്പി ആണെങ്കിലും അകത്തും നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ലതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കറക്കാം. ഇത് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുകയോ കൈയോട്ട് നല്ലോണം മാരി മാഷ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. പക്ഷേ മാഷ് ചെയ്യുമ്പം ചെറിയ പീസൊന്നും കിടക്കരുത്. ഇത് നല്ല മാരി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ബോയിൽ ചെയ്തതുകൊണ്ട് ഇത് ഗ്രേറ്റ് ചെയ്യാൻ ഒത്തിരി എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനിത് 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കാണും. ഇനി നമുക്കതെല്ലാം ഓരോന്നായിട്ട് ഗ്രേറ്റ് ചേർക്കാം. ആദ്യം ഞാൻ വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചേർക്കുകയാണ്. ഈ വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പച്ചമുളക് ഞാൻ മുറിച്ചായിട്ടത്, ഉള്ളിയും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല മാതിരി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഒരു മിക്സിയിൽ ജാരെടുത്തിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തിരുമ്മിയ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. 2 പച്ചമുളക് ചേർക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സർ ഒന്ന് പൊട്ടറ്റോ മിക്സറിലേക്ക് ചേർക്കാം. നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മാതിരി കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അത് വറുത്തത്. അത് നമുക്ക് നല്ല മാതിരിയിട്ടൊന്ന് അതും കൂടി ഒന്ന് നല്ല മാതിരി മിക്സ് ചെയ്യാം. ഇത് കുറേശ്ശായിട്ട് ചേർക്കുക കേട്ടോ. ആദ്യം അല്പം ഒന്ന് ചേർത്തിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ബാക്കിയുള്ള കൂടി ചേർത്തിട്ട് നല്ല മാതിരി മിക്സ് ചെയ്യുവാണേ കൈകൊണ്ട്. പ്ലേറ്റിൽ മിക്സ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഞാനൊരു സ്പേസുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നല്ല മാതിരി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഞാൻ നല്ല മാതിരി ചൂടാക്കി അതിനോടുകൂടി ചേർക്കുന്നുണ്ട്. ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ല മാതിരി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല മാതിരി ഒന്ന് എണ്ണയൊന്ന് മിക്സപ്പ് ആവണം. അടുത്തതായി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക കേട്ടോ. നമുക്കിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അല്പാൽപ്പം ആണ് ചേർത്തത്. ഇതുമാതിരി കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നമുക്ക് കിട്ടണം മാവ്. ഓക്കെ, ഇതുമാതിരി നല്ല മാതിരി കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കുക. ഇത് ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മാതിരി കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് ആ കുഴച്ച് വെച്ച മാവെന്നെടുത്തിട്ട് ചെറിയ ഉരുളയാക്കിയെടുക്കാം. അത് ചെറുനാരങ്ങ വലുപ്പത്തിലോ നെല്ലിക്കായുടെ വലുപ്പത്തിലോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നല്ല മാതിരി ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാം നല്ല മാതിരി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നുള്ളിപ്പെറുക്കിയിടാം. ഇതുമാതിരി എണ്ണ നല്ല മാതിരി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ നുള്ളിപ്പെറുക്കി ഇടേണ്ടത്. ഞാനിത് 2 തവണയായിട്ട് ഇടുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണേ. ഓക്കെ,
അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മറിച്ചിടുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോണേ, അത് പൊട്ടിപ്പോകരുത് കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണേ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉൾവശം വേവത്തുമില്ല, പുറം വശം കരിഞ്ഞു പോകും. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറ് വരുമ്പോഴത്തേക്ക് നമുക്കത് ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 4 മണി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ സ്നാക്കാണത്. ഇതൊരു വെറൈറ്റി സ്നാക്കാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കമൻസൊക്കെ എഴുതി വയ്ക്കണം. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ട്, അതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ട് എന്ന് നോക്കാം അല്ലേ. ഇതേ കണ്ടോ, നല്ല അകമൊക്കെ നല്ല മാതിരി വെന്തിട്ടുണ്ട്. എന്നാൽ പുറത്തു നല്ല ക്രിസ്പിയാണ്. അരിപ്പൊടിയൊക്കെ ചേർത്ത കാരണം നല്ല ക്രിസ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനി അടുത്തതിന് വരുന്നുണ്ട്. ഓക്കെ, ബൈ.